നമസ്കാരം. സലീം കുമാർ വിഷയത്തിൽ ഞാൻ മുമ്പ് 2-3 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. വീണ്ടും ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വലിയ തെറ്റിദ്ധാരണ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ ഇതിൻ്റെ ഗുണഭോക്താക്കൾക്ക് സാധിച്ചിട്ടുണ്ട്. അതായത് സലീം കുമാർ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആർക്കാണോ ഗുണമുണ്ടാകുന്നത്, അവർ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ വളരെ വ്യാപകമായിട്ട് തന്നെ ഉപയോഗിച്ച് അതേക്കുറിച്ച് പല ആൾക്കാരെ കൊണ്ടും സംസാരിപ്പിച്ച് വീഡിയോകൾ ഇറക്കിച്ച് നമ്മുടെ സമൂഹത്തിൽ വളരെ വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചു. അതിൻ്റെ ഒരു തെളിവായിട്ട് ഞാൻ 2 ദിവസം മുമ്പ് ഒരു വ്യക്തിയെ കണ്ടു. അദ്ദേഹം എൻ്റെ വീഡിയോസൊക്കെ വല്ലപ്പോഴും കാണുന്ന ആളാണ്, സ്ഥിരമായിട്ട് കാണാറില്ല, വല്ലപ്പോഴും ഒക്കെ കാണുന്ന ആളാണ്. അവിചാരിതമായിട്ടാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത്. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, അല്ല സാമുവലെ, നിങ്ങൾ ഈ ആയുഷിന്, അതായത് ആയുർവേദം, സിദ്ധ, യുനാനി, ഹോമിയോപ്പതി, പ്രകൃതി ചികിത്സ മുതലായ ചികിത്സകളെയൊക്കെ പിന്തുണയ്ക്കുന്ന ഒരാളാണ്. സലീം കുമാറിന് സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നു? ഞാൻ ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ ഞാൻ ഇതേക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടെന്നുള്ള വിവരം. അദ്ദേഹം പറഞ്ഞു, സലീം കുമാർ ഏതോ നാട്ടുവൈദ്യന്മാരുടെ അടുത്ത്, പുള്ളി പറഞ്ഞ ഏതോ ഒരു സ്വാമിയുടെ അടുത്തും പിന്നെ മോഹനം വൈദ്യരുടെ അടുത്തുമൊക്കെ പോയി കരൾ നശിച്ച് അവിടുന്ന് അവസാനം അദ്ദേഹം മാതാ അമൃതാനന്ദമയി ആശുപത്രിയിൽ പോയി അവർ അദ്ദേഹത്തിൻ്റെ കരൾ മാറ്റിവെച്ച് കൊടുത്താണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ആയുർവേദവും നാട്ടുവൈദ്യവും ഒക്കെ ശരിക്കും ആൾക്കാരുടെ ആരോഗ്യം നശിപ്പിക്കുന്ന വൈദ്യങ്ങളാണ്. ഇതിൽ പരം ഒരു തെളിവിൻ്റെ ആവശ്യമുണ്ടോ? സലീം കുമാർ പറഞ്ഞ് നിങ്ങളൊന്ന് കേട്ട് നോക്ക്. നാട്ടിലിപ്പോൾ എല്ലാവർക്കും ഇതേക്കുറിച്ച് മനസ്സിലായി. നിങ്ങളെന്തിനാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്രചരിപ്പിച്ച് ആൾക്കാരെ വഴിതെറ്റിക്കുന്നത്? ഇനിയെങ്കിലും നിർത്തിക്കൂടെ എന്നൊക്കെയാണ് അദ്ദേഹം എന്നോട് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം എന്നോട് അങ്ങനെ പറഞ്ഞെങ്കിൽ നമ്മുടെ നാട്ടിൽ വരുന്ന വളരെ വലിയ ഒരു വിഭാഗം അതേ തരത്തിൽ തന്നെ അതിനെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. ഈ വീഡിയോ വളരെ ക്രിസ്റ്റൽ ക്ലിയറായിട്ടാണ് കാര്യങ്ങൾ അപഗ്രഥിക്കുന്നത്. ഇവിടെ 3 ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. ഒന്ന്, സലീം കുമാർ എന്താണ് പറഞ്ഞത്? അദ്ദേഹം എന്തിനത് പറഞ്ഞു? നമ്മളെന്താണ് മനസ്സിലാക്കിയത്? ഏറ്റവും അവസാനത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ആദ്യം പറയാം. നമ്മളിൽ ഭൂരിപക്ഷം പേര് മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണ്? സലീം കുമാർ കരൾ രോഗവുമായിട്ട് നേരെ സ്വാമി നിർമ്മലാനന്ദഗിരി, ആയുർവേദത്തിൻ്റെ ഒരു വലിയ ആചാര്യനാണ്, അദ്ദേഹത്തെ കാണാൻ പോയി. അദ്ദേഹത്തിൻ്റെ ചികിത്സയിലൂടെ അദ്ദേഹത്തിന് യാതൊരു ഗുണവും ഉണ്ടായില്ല. പിന്നീട് അദ്ദേഹം മോഹനൻ വൈദ്യരെ കാണാൻ പോയി. മോഹനൻ വൈദ്യരുടെ ചികിത്സ സ്വീകരിച്ചപ്പോൾ അദ്ദേഹം രക്തം ഛർദ്ദിച്ചു. തുടർന്ന് അദ്ദേഹം പാലക്കാട്ടുള്ള മറ്റേതൊരു വൈദ്യനെ കാണാൻ പോയി. ആ വൈദ്യൻ്റെ മരുന്ന് കൊടുത്തപ്പോൾ അദ്ദേഹം വീണ്ടും ഛർദ്ദിച്ചു. അങ്ങനെ അദ്ദേഹം അവസാനം ഗത്യന്തരമില്ലാതെ അമൃതാനന്ദമയി ആശുപത്രിയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അവരദ്ദേഹത്തിൻ്റെ കരൾ മാറ്റി വെച്ച് കൊടുത്തു. അങ്ങനെ അദ്ദേഹം രക്ഷപ്പെട്ടു. എന്ന് പറഞ്ഞാൽ കരൾ രോഗവുമായിട്ട് അദ്ദേഹം പോയ വൈദ്യന്മാരെല്ലാം കൂടി ചേർന്ന് അദ്ദേഹത്തിൻ്റെ കരളിനെ നശിപ്പിച്ച് ഒരു വഴിക്കാക്കി അവസാനം മാതാ അമൃതാനന്ദമയി ആശുപത്രിയാണ് അദ്ദേഹത്തിന് നല്ല ചികിത്സ നൽകി അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇനി അടുത്തത് സലീം കുമാർ എന്താണ് പറഞ്ഞത് എന്നുള്ളതാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് തന്നെ കേൾക്കാം. മഞ്ഞപ്പിത്തം പല വിധമുണ്ടെന്നും അത് വൈദ്യരുടെ കഴിവിൻ്റെ അപ്പുറത്താണെന്നുള്ളത് മനസ്സിലാകുന്നില്ല. അവസാനം വൈദ്യരിൽ ലിവറൊക്കെ തകർത്ത് കഴിയുമ്പോൾ പറയും മെല്ലെ ഒഴിയും. അങ്ങനത്തെ 2-3 കഥകൾ പറഞ്ഞിട്ട് ഞാൻ പോയിക്കൊള്ളാം. മറ്റാരുടെയും കഥയല്ല, സ്വന്തം അനുഭവത്തിലെ കഥ. അതെനിക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഞാൻ എവിടെയൊക്കെ പ്രസംഗിക്കാൻ ചെയ്യുന്നത് ഇത് പറഞ്ഞിട്ട് ഞാൻ പോരുള്ളൂ. എന്നെ തല്ലി ഓടിച്ചാലും ശരി ഇത് പറയണം. കാരണം ഞാൻ അനുഭവിച്ചത് ഇനി ഒരുത്തിനും അനുഭവിക്കരുത്. എനിക്ക് അസുഖമാണെന്ന് അറിഞ്ഞു ഞാൻ. അപ്പോൾ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ലിവർ ട്രാൻസ്പ്ലാന്റ് മാത്രമേ ഉള്ളൂ ഈ അസുഖത്തിന് മരുന്നായിട്ട്. ഞാൻ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു. ഇതല്ലാണ്ട് എന്ത് ചെയ്യാം? ഇതിന് വേറെ മരുന്നുണ്ടാവുമല്ലോ. അങ്ങനെ നമ്മുടെ എറണാകുളത്തുള്ള DYSP, എൻ്റെ സുഹൃത്താണ് അദ്ദേഹം, ഞാൻ പേര് പറയുന്നില്ല. അദ്ദേഹം എൻ്റെ നന്മയെക്കുറിച്ച് വേണ്ടിയാണ് വന്നത്. അദ്ദേഹം എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയല്ല. അദ്ദേഹം പറഞ്ഞ സലിമെ, ഒറ്റപ്പാലത്തൊരു വൈദ്യനുണ്ട്, നിർമ്മലാനന്ദഗിരി എന്നാണ് പേര്. അദ്ദേഹം ക്യാൻസർ വരെ മാറ്റുന്ന വൈദ്യരാണ്. അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ ക്യാൻസർ മാറ്റുമെന്ന് കേട്ടിട്ടുണ്ട്. എൻ്റെ കൂടെ പഠിച്ചൊരു പെൺകുട്ടി ക്യാൻസറായിട്ട് അവിടെ ചികിത്സിക്കാൻ വന്നപ്പോൾ ഞാൻ ആ റൂം എടുത്ത് കൊടുത്തത് അവിടെ ഒറ്റപ്പാലത്ത് ഗസ്റ്റ് ഹൗസിൽ എൻ്റെ പരിചയപ്പെടുത്തി. അങ്ങനെ ഞാനും കേട്ടിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു നിർമ്മലാനന്ദഗിരി അടുത്ത് ഞാനും ഇദ്ദേഹം കൊണ്ട് ചെന്നു. അദ്ദേഹം പറയുന്നത് വളരെ വ്യക്തമാണ്. അദ്ദേഹം പറയുന്നു, എനിക്ക് കരൾ രോഗമുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഇനി അതിന് ട്രാൻസ്പ്ലാന്റ് അല്ലാതെ മറ്റു വഴികളൊന്നുമില്ല എന്നും എനിക്ക് മനസ്സിലായി.
അദ്ദേഹം സ്വാമി നിർമ്മലാനന്ദഗിരിയെ കാണാൻ പോകുന്നത് എപ്പോഴാണ്? അദ്ദേഹത്തിൻ്റെ കരൾ നശിച്ച് ഇനി ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന് മനസ്സിലായ ഘട്ടത്തിലാണ്. ഇതാണ് നമ്മുടെ നാട്ടിലെ പല ആൾക്കാരും മനസ്സിലാക്കാതെ പോയത്, എന്നോട് സംസാരിച്ച ആളും മനസ്സിലാക്കാതെ പോയത്. സലീം കുമാർ ആരോഗ്യമുള്ള ഒരു കരളുമായിട്ടല്ല സ്വാമിയെ കാണാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ കരൾ നശിച്ച് കഴിഞ്ഞിരുന്നു. സിറോസിസായിട്ട് ട്രാൻസ്പ്ലാന്റ് അല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാതെ എന്തെങ്കിലും നടക്കുമോ എന്നറിയാൻ വേണ്ടിയാണ് അദ്ദേഹം സ്വാമിയെ കാണാൻ പോയത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണല്ലോ, സ്വാമിയോ അല്ലെങ്കിൽ മോഹനൻ വൈദ്യരോ മറ്റേതെങ്കിലും വൈദ്യരോ അവരുടെ ചികിത്സയോ മൂലമല്ല സലീം കുമാറിൻ്റെ കരൾ നശിച്ചത്. അതിനു മുമ്പ് തന്നെ നശിച്ചിരുന്നു. ആ നശിച്ച അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി മാത്രമാണ് ഈ പറഞ്ഞ ആൾക്കാരുടെ അടുത്തേക്ക് പോയത്. അവരുടെ അടുത്തേക്ക് പോയ കാര്യം അവിടെ നിൽക്കട്ടെ, അതിന് മുമ്പ് നമുക്കൊന്ന് നോക്കാം സലീം കുമാറിൻ്റെ കരൾ എങ്ങനെയായിരിക്കും നശിച്ചത്. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം. സലീം കുമാർ പറയുന്നു, ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കരൾ രോഗമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏതോ ഒരു സഹോദരൻ കരൾ രോഗം മൂലം മരിച്ചതായിട്ട് അദ്ദേഹം പറയുന്നു. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം പാരമ്പര്യമായിട്ട് എന്ന് പറഞ്ഞത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ അച്ഛനോ അമ്മയ്ക്കോ കരൾ രോഗമുണ്ടായിരുന്നോ, അവരുടെ മുത്തച്ഛനോ മുത്തശ്ശിക്കോ ഉണ്ടായിരുന്നോ മുതലായ കാര്യങ്ങളൊന്നും അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ സഹോദരനുണ്ടായിരുന്നു എന്ന് പറയും. ഈ പാരമ്പര്യമായിട്ട് രോഗം കിട്ടുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് തീർത്തും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതൊരു തെറ്റായിട്ടുള്ള ധാരണയാണ്. പലപ്പോഴും ഒരു വീട്ടിൽ താമസിക്കുന്ന അംഗങ്ങൾക്ക് ഒരേ രോഗം പിടിപെടും നമ്മൾ കാണാറുണ്ട്. അത് പാരമ്പര്യം കൊണ്ടോ വീടിൻ്റെ ശാപം കൊണ്ടോ ഒന്നുമല്ല, മറിച്ച് അവർ പൊതുവായിട്ട് പിന്തുടരുന്ന ലൈഫ് സ്റ്റൈൽ കൊണ്ടാണ്. നിങ്ങൾക്കറിയാം, ഒരു വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർ മൊത്തത്തിൽ ഒരേ രീതിയിലുള്ള ഭക്ഷണമാണ് കഴിക്കുന്നത്. അവരുടെ ചിന്തകൾക്കും അവരുടെ പ്രവൃത്തികൾക്കും ഒക്കെ സാമ്യമുണ്ട്. അപ്പോൾ അവർ പിന്തുടരുന്ന ആ രീതികളാണ് യഥാർത്ഥത്തിൽ അവരെ നശിപ്പിക്കുന്നത്. അത് പക്ഷേ അവർ തിരിച്ചറിയുന്നില്ല. എന്തുകൊണ്ട് എനിക്ക് ഈ അസുഖമുണ്ടായി എന്നുള്ള ഒരു ചിന്ത വരുമ്പോഴാണ് നമ്മൾ നമ്മുടെ പ്രവൃത്തികളെ നോക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെയും കുടിക്കുന്ന വെള്ളത്തെയും അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന മരുന്നുകളെയും എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിൽ നിന്നാണ്. എന്നാൽ ഈ ഒരു ചോദ്യമേ ചോദിക്കുന്നില്ല. അവനവനെ നോക്കുന്നില്ല, അവനവൻ്റെ പ്രവൃത്തികളെ നോക്കുന്നില്ല, സംഭവിക്കുന്നത് മാത്രം നോക്കുന്നു. അപ്പോൾ ഒരു വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർ പൊതുവായിട്ട് പിന്തുടരുന്ന അവരുടെ ഒരു ജീവിത രീതി കൊണ്ട് അവർക്ക് എല്ലാവർക്കും അസുഖം വരുമ്പോൾ അത് പാരമ്പര്യം മൂലമാണെന്ന് പറയുന്നത് അബദ്ധമാണ്. ഇനി പാരമ്പര്യമായിട്ട് എന്നാണെന്നുണ്ടെങ്കിൽ ജനിതകമായിട്ട് തന്നെ കിട്ടണം. അതും പാരമ്പര്യമാണോന്നില്ല. ഒരു സ്ത്രീ ഗർഭാവസ്ഥയിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് അവരുടെ ശരീരത്തിലേക്ക് ചെല്ലുന്ന ഭക്ഷണങ്ങൾ, പാനീയങ്ങൾ, മരുന്നുകൾ ഒക്കെ തന്നെ ജനിക്കാൻ പോകുന്ന കുട്ടിയെ സ്വാധീനിക്കാം. കുട്ടി ജനിച്ചു കഴിഞ്ഞ് അതിന് കൊടുക്കുന്ന മരുന്നുകൾ, കുത്തിവയ്പ്പുകളൊക്കെ തന്നെ കുട്ടിയുടെ ആരോഗ്യത്തെ നശിപ്പിക്കാം. അപ്പോൾ ഒരുപാട് കാരണങ്ങൾ കിടപ്പുണ്ട്. അപ്പോൾ ഒരു കുട്ടിക്ക് ജന്മനാ രോഗമുണ്ടെങ്കിൽ നമ്മളത് പാരമ്പര്യമായിട്ട് കിട്ടുകയാണെന്ന് പറയാൻ അർത്ഥമൊന്നുമില്ല. ആ കുട്ടിക്ക് അങ്ങനെ രോഗമുണ്ടാകാൻ ആ കുട്ടിയുടെ അമ്മ എന്തെങ്കിലും അബദ്ധം കാണിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അമ്മ അബദ്ധം കാണിക്കുകയല്ല, അമ്മയുടെ ഉദരത്തിലേക്ക് ചെന്ന ഞാൻ പറഞ്ഞില്ലേ മരുന്നുകളോ മറ്റെന്തെങ്കിലും വസ്തുക്കളോ കുട്ടിക്ക് ഹാനികരമായിട്ട് മാറിയിട്ടുണ്ടോ, കുട്ടി ജനിച്ച ശേഷം കൊടുത്ത മരുന്ന് ഹാനികരമായിട്ട് മാറിയിട്ടുണ്ടോ. നമുക്കറിയാം, എല്ലാ മരുന്നുകൾക്കും കുത്തിവയ്പ്പുകൾക്കും സൈഡ് എഫക്റ്റ് ഉണ്ട്, ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടിയതാണെന്ന് നമുക്കറിയില്ല. നമ്മളവിടെ കൊണ്ട് ചെന്നിട്ട് പാരമ്പര്യമാണെന്ന് പറഞ്ഞിട്ട് അതിനെ അങ്ങനെ തള്ളും. എന്നാൽ സലീം കുമാറിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ജനിതകമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കുഴപ്പം. കാരണം അദ്ദേഹം സിനിമയിലേക്ക് അഭിനയിച്ച് നല്ല രീതിയിൽ ഇപ്പോൾ നമ്മൾ കണ്ടതാണ്. ആ സമയത്ത് അദ്ദേഹത്തിന് അസുഖമൊന്നും ഉണ്ടായിരുന്നില്ല. ഏതോ ഒരു സമയത്ത് അദ്ദേഹത്തിന് രോഗമുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഞാൻ മദ്യപിക്കുന്നൊക്കെ ആളാണ്, പക്ഷേ എൻ്റെ കരൾ രോഗം മദ്യപാനം മൂലമല്ല. അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. അദ്ദേഹം സാമാന്യം നല്ല രീതിയിൽ തന്നെ മദ്യപിക്കുമായിരുന്നുവെന്നും അതുപോലെ തന്നെ പുകവലിക്കുമായിരുന്നുവെന്നും ഒക്കെ പല ആൾക്കാരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ടൊന്നുമല്ല എനിക്ക് കരൾ രോഗം ഉണ്ടായത് എന്നാണ്. അത് ശരിയാകാനാണ് സാധ്യത. കാരണം അദ്ദേഹത്തിന് കരൾ രോഗം വരുമ്പോൾ ഏതാണ്ട് 45-44 വയസ്സേ ഉള്ളൂ. ഒരു മദ്യപിക്കുന്ന ആളായാലും ശരി, ആ സമയത്ത് ആ പ്രായത്തിൽ കരൾ രോഗമൊന്നും വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ പരക്കെ കരൾ രോഗമെന്ന് കേൾക്കുമ്പോൾ അതിനെ പെട്ടെന്ന് മദ്യപാനവുമായിട്ട് ബന്ധപ്പെടുത്താറുണ്ട്. പക്ഷേ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള നിരീക്ഷണമാണ് നിങ്ങളോട് പറയുന്നത്. എൻ്റെ വ്യക്തിപരമായ നിരീക്ഷണത്തിൽ മദ്യപിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അവരിൽ ഒരാൾക്ക് പോലും കരൾ രോഗം ഉണ്ടായതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോഴും എനിക്കറിയാവുന്ന പല ആൾക്കാരുണ്ട്. 72 വയസ്സായ ആൾക്കാരുണ്ട്, 70 വയസ്സായിട്ടുള്ള ആൾക്കാരുണ്ട്, 68 കഴിഞ്ഞവരുണ്ട്, 50കളിലുള്ളവരുണ്ട്. നല്ലപോലെ മദ്യപിക്കുന്ന ആൾക്കാരെയൊക്കെ പറയുന്നത്, അല്ലാതെ വല്ലപ്പോഴും അടിക്കുന്നവരില്ല. അവർക്കൊന്നും കരൾ രോഗമില്ല. ഞങ്ങളുടെ നാട്ടിലൊരു അപ്പൂപ്പനുണ്ടായിരുന്നു, 2-3 കൊല്ലം മുമ്പ് മരിച്ചുപോയി. മരിക്കുമ്പോൾ 96 വയസ്സുണ്ടായിരുന്നു. അദ്ദേഹം രാവിലെ മുതൽ വൈകുന്നേരം വരെ എപ്പോഴൊക്കെ എവിടെ നിന്നൊക്കെ കിട്ടുമോ കുടിക്കും. അത് ഇന്നതൊന്നുമില്ല, എന്ത് കിട്ടിയാലും കുടിക്കും. അദ്ദേഹത്തിന് 96-ാമത്തെ വയസ്സ് വരെയും കരൾ രോഗം വന്നിട്ടില്ലായിരുന്നു.
അപ്പോൾ കരൾ രോഗം മദ്യപാനം മൂലമാണ് ഉണ്ടാകുന്നത് എന്നുള്ള ആ ഒരു ആരോപണം എന്നെ സംബന്ധിച്ച് ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ആൾക്കാർക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് തന്നെ ആയിരുന്നു അതിൻ്റെ കാരണം എന്നുള്ളത് വ്യക്തമായിട്ട് പഠിക്കേണ്ടതാണ്. മദ്യപാനമായിരുന്നോ അതോ അയാളുടെ മറ്റേതെങ്കിലും ശീലം മൂലമാണോ അതുണ്ടായത് എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ സലീം കുമാർ പറയുന്നത് എനിക്ക് മദ്യപാനം മൂലമല്ല ഇത് വന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ അടുത്ത അദ്ദേഹത്തിൻ്റെ കരൾ രോഗം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട ചാൻസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മരുന്നുകളുടെ ഉപയോഗമാണ്. നമുക്കൊരു കാര്യം വളരെ ഉറപ്പായിട്ട് മനസ്സിലാവുന്നുണ്ട്. സലീം കുമാറിന് കരൾ രോഗം വന്ന ശേഷം അദ്ദേഹം അതുമായിട്ട് ആശുപത്രിയിൽ പോയിരുന്നു. അതൊന്നും അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അദ്ദേഹം പോയിരുന്നു. അദ്ദേഹം പോയിട്ട് അലോപ്പതി ആശുപത്രിയിൽ നിന്ന് മരുന്ന് കഴിച്ചിട്ടുണ്ട്. മരുന്ന് കഴിച്ചിട്ടും രോഗത്തിന് ശമനമൊന്നും വരാതായി കരളിൻ്റെ രോഗം മൂർച്ഛിച്ച് അത് സിറോസിസിൻ്റെ ഒരു തലത്തിലേക്ക് എത്തിയ സമയത്താണ് അദ്ദേഹം ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള ഒരു ആലോചനയിലേക്ക് കടക്കുന്നത്. ഇനിയിപ്പോൾ ഉള്ള ഏക മാർഗം ലിവർ മാറ്റിവെക്കൽ മാത്രമാണെന്ന് ഇദ്ദേഹം ചികിത്സിക്കാൻ പോയ ആശുപത്രി ഇദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണല്ലോ അദ്ദേഹത്തിന് മനസ്സിലായത്. അദ്ദേഹം ആശുപത്രിയിൽ പോയിട്ടുണ്ട്, ഡോക്ടർമാരെ കാണിച്ചിട്ടുണ്ട്, അവർ മെഡിസിൻ കൊടുത്തിട്ടുണ്ട്. മെഡിസിൻ കഴിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ കരൾ നശിച്ചു, ലിവർ സിറോസിസിൻ്റെ മൂർധന്യത്തിലെത്തി. ഇനി സലീം കുമാർ ലിവർ ട്രാൻസ്പ്ലാന്റ് മാത്രമേ വഴിയുള്ളൂ എന്നവർ അദ്ദേഹത്തോട് പറഞ്ഞു. ഇതാണ് സ്റ്റേജ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആ ലിവർ തകരാറിലാകുന്നതിന് മുമ്പുള്ള കാര്യത്തെക്കുറിച്ച് എങ്ങനെയെന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറയുകയാണ്, എനിക്ക് കരൾ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ വന്നപ്പോൾ ഞാൻ നേരെ പോയത് ആയുർവേദക്കാരൻ്റെ അടുത്താണ്, നാട്ടുവൈദ്യന്മാരുടെ അടുത്താണ്. അവർ തന്ന മരുന്നുകൾ കഴിച്ചാണ് എൻ്റെ കരൾ നശിച്ചത്. എന്നിട്ടാണ് ഞാൻ ആശുപത്രിയിലേക്ക് പോയതും ട്രാൻസ്പ്ലാന്റ് ചെയ്തത് എന്നുമാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞതിനോട് നമുക്ക് യോജിക്കാൻ പറ്റും. അദ്ദേഹം പറഞ്ഞ ഈ നാട്ടുവൈദ്യന്മാരെ മറ്റും കളിയാക്കിയ കാര്യങ്ങൾക്ക് ഒരു എതിരും പറയാൻ പറ്റില്ല. എന്നാൽ അദ്ദേഹം തന്നെ വ്യക്തമായിട്ട് പറയുന്നു, ഞാൻ സിറോസിസിൻ്റെ മൂർധന്യത്തിലെത്തി ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് സ്വാമി നിർമ്മലാനന്ദഗിരിയെ കാണാൻ പോകുന്നത്. അവിടെ സ്വാമി ഇദ്ദേഹത്തോട് പറഞ്ഞത്രേ, ഞാൻ 51 ദിവസം കൊണ്ട് അത് മാറ്റിത്തരാമെന്ന്. ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. ലോകത്തൊരു വൈദ്യനും ഒരു ഡോക്ടറും അങ്ങനെ ഒരു ഗ്യാരണ്ടി കൊടുക്കില്ല, പ്രത്യേകിച്ചും ഇത്ര മൂർധന്യമായ അവസ്ഥയിൽ രോഗമെത്തി നിൽക്കുമ്പോൾ. ഒരിക്കലും പറയും 51 ദിവസം കൊണ്ട് ഞാനിത് മാറ്റിത്തരാമെന്ന് ഒരു വൈദ്യനും പറയില്ല, ഒരാൾക്കും അങ്ങനെ പറയാനും പറ്റില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് തെറ്റാണ്, കള്ളമാണ് എന്നതിൻ്റെ തെളിവ് അദ്ദേഹം തന്നെ തരുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ 51 അല്ല 501 ദിവസം കഴിച്ചിട്ടും ഒരു ഫലവുമില്ല. അദ്ദേഹം 501 ദിവസം ആ മരുന്ന് കഴിച്ചെങ്കിൽ അതൊരു അത്ഭുതമല്ലേ? അദ്ദേഹം പറഞ്ഞ സത്യമാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ലിവർ സിറോസിസിൻ്റെ മൂർധന്യത്തിലെത്തി, ഇനിയിപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക മാത്രമേ വഴിയുള്ളൂ എന്ന് പറയുന്നിടത്ത് അദ്ദേഹം 501 ദിവസം ആ സ്വാമിയുടെ മരുന്ന് കഴിച്ച് ജീവനോടെ ഇരുന്നെങ്കിൽ അതിനർത്ഥം അദ്ദേഹത്തിൻ്റെ കരളിൻ്റെ രോഗം മാറിയെന്നല്ലേ? അതിനു മുമ്പ് അദ്ദേഹം മരിച്ചു പോകേണ്ടതല്ലേ? അല്ലെങ്കിൽ അദ്ദേഹം ഒരു തമാശയ്ക്ക് 501 എന്ന് പറഞ്ഞതാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ 51 തമാശ തന്നെയാണ്. ഒരിക്കലും ഒരു വൈദ്യനും ഒരു ഡോക്ടറും അങ്ങനെ ഒരു ഗ്യാരണ്ടി കൊടുക്കില്ല. അപ്പോൾ അതിനുശേഷം അദ്ദേഹം സ്വാമിയുടെ ചികിത്സ കൊണ്ട് ഗുണമൊന്നും കിട്ടാത്തത് കൊണ്ട് അദ്ദേഹം ചേർത്തലയിലുള്ള മോഹനൻ വൈദ്യരെ കാണാൻ പോയി എന്ന് പറയാം. മോഹനൻ വൈദ്യർ അദ്ദേഹത്തിന് ചില മരുന്നുകളൊക്കെ കൊടുത്തു, ജൈവകൃഷി ഉണ്ടാക്കുന്ന ആഹാരം കൊടുത്തു. കാരണം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ചെന്ന വിഷമാണ് അദ്ദേഹത്തിൻ്റെ കരൾ നശിപ്പിച്ചതെന്ന് മോഹനൻ വൈദ്യർക്കറിയാം. അതുകൊണ്ട് ഇനിയും തുടർന്ന് വിഷം ചെല്ലരുത്, തുടർന്ന് കഴിക്കുന്ന ഭക്ഷണം ശുദ്ധമായ ഭക്ഷണമായിരിക്കണം എന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ് അദ്ദേഹം ജൈവ ആഹാരം അദ്ദേഹം തന്നെ അവിടെ രോഗികൾക്ക് കൊടുക്കാൻ വേണ്ടി കൃഷി ചെയ്തുണ്ടാക്കുന്ന സാധനങ്ങൾ കൊടുത്തു വിട്ടത്. അതിനെയും സലീം കുമാർ കളിയാക്കുകയാണ്. സലീം കുമാർ അറിഞ്ഞുകൂടാ എങ്ങനെയാണ് രോഗമുണ്ടാകുന്നതെന്ന്. അദ്ദേഹത്തിൻ്റെ കരൾ ആൾറെഡി കിടന്ന് ഫൈറ്റ് ചെയ്യുകയാണ്. അതിന് യാതൊരു ജോലിയും ചെയ്യാൻ വയ്യാത്ത അവസ്ഥയിലാണ്. ആ സമയത്ത് വീണ്ടും വിഷമുള്ള വസ്തുക്കൾ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നമാകുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് മോഹനൻ വൈദ്യർ അദ്ദേഹത്തിന് വിഷമില്ലാത്ത പച്ചക്കറികളും അരിയുമൊക്കെ കൊടുത്തുവിട്ടത്. തുടർന്ന് സലീം കുമാർ പറയുകയാണ്, ഞാൻ രക്തം ഛർദ്ദിച്ചു. മോഹനൻ വൈദ്യരെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ദുഷിച്ച രക്തം പുറത്ത് കളയാനുള്ള മരുന്നാണ് ഞാൻ കൊടുത്തത്. എന്നാൽ അദ്ദേഹം പറഞ്ഞ ആ കാര്യം സലീം കുമാറിന് മനസ്സിലായില്ല. അദ്ദേഹം കരുതിയത് ഞാൻ രക്തം ഛർദ്ദിച്ച് മരിച്ചു പോകുമെന്നാണ്. ഞാൻ ഇതേക്കുറിച്ച് വേറെ 1-2 ആൾക്കാരുടെ തിരക്കിയപ്പോൾ അവർ പറഞ്ഞത്, കരളിൽ അടിഞ്ഞുകൂടിയ വിഷാംശം, പ്രത്യേകിച്ച് അവർ പറയുന്നത് ഇദ്ദേഹം കരൾ രോഗത്തിന് ഒരുപാട് മരുന്ന് കഴിച്ചു കാണും.
അപ്പോൾ ഈ മരുന്നുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മരുന്നുകൾ എന്ന് പറഞ്ഞാൽ എല്ലാം കെമിക്കൽസാണ്. ഈ കെമിക്കൽസ് ഉള്ളിലേക്ക് ചെന്ന് ഇതിനെ വിഘടിപ്പിച്ച് പുറന്തള്ളാൻ കരളിന് ആൾറെഡി ശേഷി കുറവാണ്. ഇതിനെ വിഘടിപ്പിച്ച് പുറന്തള്ളാൻ സാധിക്കാതെ വരുമ്പോൾ കരൾ തന്നെ കരളിൻ്റെ കോശങ്ങളിൽ ഇവയെ കൂട്ടിവെക്കും. ഈ പറയുന്ന കെമിക്കൽസും മറ്റും കരളിൽ കൊഴുപ്പിൻ്റെ ഒപ്പം അടിഞ്ഞുകൂടി അവിടെ ഇരിക്കും. അപ്പോൾ ഇതിനെ അവിടെ നിന്ന് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അലോപ്പതിയിൽ പ്രത്യേകിച്ച് ചികിത്സയൊന്നുമില്ല. അപ്പോൾ ഈ കരളിൻ്റെ കോശങ്ങളെ ശുദ്ധീകരിച്ച് അവിടെയുള്ള മലിനരക്തം, വിഷം മുതലായവ ഛർദ്ദിപ്പിച്ചോ അല്ലെങ്കിൽ മലത്തിലൂടെയോ പുറത്തു കളയുന്ന ചികിത്സയ്ക്ക് മാത്രമേ അതിനെ ഡീടോക്സിഫൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഒരുപക്ഷെ മോഹൻ വൈദ്യർ കൊടുത്തത് അത്തരത്തിലുള്ള ഒരു മരുന്നായിരിക്കാമെന്നാണ് എന്നോട് ചില ആൾക്കാർ പറഞ്ഞത്. എനിക്ക് ഈ നാട്ടുവൈദ്യത്തെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. അപ്പോൾ അവർ പറഞ്ഞത് അദ്ദേഹം ഈ കരളിനെ ഡീടോക്സിഫൈ ചെയ്യാനുള്ള മരുന്ന് കൊടുത്തപ്പോഴാവാം സലീം കുമാർ ഛർദ്ദിച്ചത്. അത് സത്യം പറഞ്ഞാൽ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ അദ്ദേഹം ഛർദ്ദിച്ച് ഉള്ളിൽ നിന്നും ആ ദുഷിച്ച രക്തം മുഴുവൻ പുറത്തു പോയി കഴിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ കരൾ നോർമലാകുമായിരുന്നു. പക്ഷേ ഈ രക്തം ഛർദ്ദിക്കുക എന്ന് പറയുന്നത് വളരെ ഭീകരമായ ഒരു അവസ്ഥയായിട്ടാണ് നമ്മളെല്ലാവരും കാണുന്നത്. സലീം കുമാർ അങ്ങനെ തന്നെ കണ്ടു. അദ്ദേഹത്തെ ഞാൻ കുറ്റപ്പെടുത്തത്തില്ല, നമ്മളായാലും പേടിച്ചു പോകും. പക്ഷേ അതങ്ങനെ തന്നെയാണ് എന്ന് മോഹൻ വൈദ്യർ പറഞ്ഞിട്ടും സലീം കുമാറിനത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അപ്പോൾ സലീം കുമാർ അദ്ദേഹത്തെ അവിശ്വസിക്കാൻ തുടങ്ങുകയും ഇദ്ദേഹത്തിൻ്റെ ചികിത്സ മൂലം ഞാൻ മരിച്ചു പോകുന്ന കരുതുകയൊക്കെ ചെയ്തു കാണും. അവർ തമ്മിൽ എന്ത് സംസാരിച്ചു എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ഞാനതാണ് എൻ്റെ മുമ്പിലത്തെ വീഡിയോയിൽ പറഞ്ഞത്. മോഹൻ വൈദ്യർ ജീവിച്ചിരിക്കുന്ന സമയത്ത് സലീം കുമാർ ഇത് പറഞ്ഞിരുന്നെങ്കിൽ, സ്വാമി ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഇത് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാര്യം മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. കാരണം അവർ മറുപടി തന്നെ എന്താണ് സംഭവിച്ചെന്നുള്ളത്. അപ്പോൾ അവർ മരിച്ചു കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം കഥയൊക്കെ പറയുന്നത്. അപ്പോൾ ഇതാകാം സംഭവിച്ചത് എന്നുള്ളതാണ് പല ആൾക്കാരും പറയുന്നത്. മോഹൻ വൈദ്യർ കൊടുത്ത മരുന്ന്, ആ മരുന്നിൻ്റെ സ്വഭാവം മനസ്സിലാക്കി സലീം കുമാർ മുമ്പോട്ട് പോയിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ കരൾ സാധാരണ മട്ടിലേക്ക് എത്തുമായിരുന്നു എന്നാണ് ചില ആൾക്കാരോട് പറഞ്ഞത്. എന്തായാലും ശരി, സലീം കുമാർ അദ്ദേഹത്തെയും അവിശ്വസിച്ചു. അദ്ദേഹത്തിൻ്റെ കരൾ ആൾറെഡി തകരാറിലായിട്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, അദ്ദേഹത്തിൻ്റെ ലിവർ സിറോസിസ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അതായത് ലിവർ മാറ്റി വെക്കാതെ എങ്ങനെ രക്ഷപ്പെടാം, ഏക പോംവഴി ലിവർ മാറ്റിവെക്കലാണ്. അതിന് ബദൽ ചികിത്സ തേടുകയാണ്. ആ ചികിത്സ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് ഐസ്ക്രീം കഴിക്കുന്ന പോലുള്ള ഒരു ചികിത്സ ആയിരിക്കില്ല. ഇത്ര ഗുരുതരമായ അവസ്ഥയിൽ നമുക്ക് പുറത്തേക്ക് വരണമെങ്കിൽ ആ ചികിത്സയിലും ഉണ്ടാകും പ്രശ്നങ്ങൾ. ആ ചികിത്സ കുറച്ച് വേദനാജനകമായിട്ടുള്ള ചികിത്സയായിരിക്കും. അപ്പോൾ അദ്ദേഹം രക്തം ഛർദ്ദിച്ച് പുറത്തേക്ക് കളഞ്ഞെങ്കിൽ ആ രക്തം ഛർദ്ദിച്ചുകൊണ്ട് അദ്ദേഹം മരിച്ചിട്ടില്ല. അദ്ദേഹം രക്തം ഛർദ്ദിച്ച ശേഷം വൈദ്യരോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് തകരാറൊന്നും വന്നിട്ടില്ല. പക്ഷേ അദ്ദേഹം ആ ചികിത്സയെ അവിശ്വസിച്ചു. അദ്ദേഹം കരുതി ഞാൻ മരിച്ചു പോകും. അങ്ങനെയാണ് അദ്ദേഹം ആ ചികിത്സ ഉപേക്ഷിച്ചിട്ട് പിന്നീട് ആശുപത്രിയിലേക്ക് പോകുന്നത്. അപ്പോൾ സലീം കുമാർ നമ്മളോട് പറയുന്നത്, അവസാനം മോഹൻ വൈദ്യർ പറഞ്ഞു നിങ്ങൾ ആശുപത്രി പൊക്കളാം എന്നാണ്. നിങ്ങൾ ആശുപത്രി പൊക്കോ എന്ന് വൈദ്യർ പറഞ്ഞു എന്നാണ് പറയുന്നത്. അതിൻ്റെ കാര്യം എന്താണ്? അദ്ദേഹം ഇദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുകയാണ്, സലീം കുമാർ ഇങ്ങനെയാണ് സംഭവം, ഈ മരുന്ന് പ്രവർത്തിക്കുന്ന ഈ രീതിയിലാണ്, നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞാണ്. അത് ഏത് വൈദ്യനും പറയുന്ന കാര്യമാണ്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ബോധ്യമാകുന്നില്ല, വിശ്വസിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ ആശുപത്രി പോകും, എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞതാണ്. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. പക്ഷേ ഇദ്ദേഹം പറഞ്ഞത് ആ വൈദ്യൻ്റെ ചികിത്സ പരാജയപ്പെട്ടതുകൊണ്ട് അയാൾ തന്നെ എന്നോട് പറഞ്ഞു നിങ്ങൾ ആശുപത്രിയിലേക്ക് പൊക്കോളൂ എന്ന്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, സ്വാമി നിർമ്മലാനന്ദഗിരി അദ്ദേഹം പിന്നീട് വിളിച്ചപ്പോൾ അദ്ദേഹം വെല്ലൂർ ഒരു ആശുപത്രിയിൽ ക്യാൻസർ 4ാം സ്റ്റേജിൽ നിൽക്കുകയാണ്. എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറയുകയാണ് ക്യാൻസറിന് ചികിത്സിക്കുന്ന ആളാണ് വെല്ലൂരിൽ പോയി നിൽക്കുന്നതെന്ന്. ഇതേക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. സ്വാമി നിർമ്മലാനന്ദഗിരിക്ക് ക്യാൻസർ വന്നതായിട്ട് ഒരിടത്തും ഒരു വാർത്തയും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞു, സ്വാമി നിർമ്മലാനന്ദഗിരി അലോപ്പതി വൈദ്യശാസ്ത്രത്തിലെ കള്ളനാണയങ്ങൾക്കെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ശക്തമായിട്ട് തന്നെ പ്രതികരിക്കുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ഒരു രോഗബാധിതനായിട്ട് ഒരു ആശുപത്രിയിലേക്ക് പോയാൽ അത് വളരെ വലിയ വാർത്തയാക്കി അവർ മാറ്റുമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അങ്ങനെയൊന്ന് സംഭവിച്ചിരുന്നെങ്കിൽ അത് വലിയ വാർത്തയായിട്ട് വന്നേനെ. പ്രശസ്തനായിട്ടുള്ള ആയുർവേദ ചികിത്സകൻ സ്വാമി നിർമ്മലാനന്ദഗിരി ക്യാൻസർ രോഗവുമായിട്ട് വെല്ലൂരിൽ എന്ന് തന്നെ വാർത്ത വന്നേ. നിങ്ങൾ മുഴുവൻ ഗൂഗിൾ തപ്പി നോക്കിക്കോ, ആരോട് വേണമെങ്കിലും തിരക്കിക്കോ, ഒരിടത്തു നിന്നും സ്വാമിക്ക് ക്യാൻസർ ആയിരുന്നു എന്ന് ഒരു വാർത്ത നമുക്ക് കിട്ടുന്നില്ല, സലീം കുമാർ പറഞ്ഞത് ഒഴിച്ച്. ഇനിയിപ്പം സ്വാമിക്ക് ക്യാൻസർ വന്നാൽ പോലും അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. രോഗം ആർക്കും വരാം. രോഗം വരുന്നത് നമ്മളോട് ചോദിച്ചിട്ടൊന്നുമല്ല. നമ്മുടെ തന്നെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളല്ല എല്ലാം. ഇപ്പോൾ ഒരു സ്വാമി ആയാലും ഒരു ഡോക്ടറായാലും ആര് തന്നെ ആയാലും ശരി, അവരുടെ നിയന്ത്രണത്തിലല്ല ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങൾ. അവരുടെ നിയന്ത്രണത്തിൽ സത്യം പറയാൻ സ്വന്തം ശരീരം പോലും ഇല്ല. നമ്മൾ ശ്വസിക്കുന്ന വായു എത്തരത്തിലുള്ളതാണ് നമുക്കറിഞ്ഞുകൂടാ. നമ്മൾ ശ്വസിക്കുകയാണ്, എവിടെ ചെന്നാലും നമ്മൾ ശ്വസിക്കുകയാണ്. നമ്മൾ ശ്വസിക്കുന്ന വായുവിലെ വിഷം പോലും നമുക്ക് മാരക രോഗമുണ്ടാക്കാം.
കുടിക്കുന്ന വെള്ളം നമ്മൾ ഓരോരുത്തരും ചെന്ന് വെള്ളം കുടിക്കുകയാണ്. ഇപ്പോൾ ഈ ഇടസമയത്ത് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ കുപ്പിയിൽ പാക്ക് കയറുന്ന വെള്ളത്തിൽ പ്രശ്നമുണ്ട് എന്നുള്ള ഒരു വാർത്ത നിങ്ങൾ കണ്ടു കാണും. കുപ്പിയിലെ വെള്ളത്തിൽ പ്രശ്നം പണ്ടേ ഉണ്ട്. അത് ഈ കൂടുതൽ വലിയ പ്രശ്നമുള്ളപ്പോഴാണ് ഇവർ പ്രശ്നമുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ അദ്ദേഹവും യാത്ര ചെയ്യുന്ന മനുഷ്യനാണ്. പലയിടത്ത് പോകും, പലയിടത്തു നിന്ന് ഭക്ഷണം കഴിക്കും, പല ആൾക്കാരുമായിട്ട് ഇടപെടും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യം കൊണ്ട് രോഗാവസ്ഥ ഉണ്ടാകാം, ആർക്കും ഉണ്ടാകാം. അപ്പോൾ സ്വാമിക്ക് അഥവാ ക്യാൻസർ വന്നിരുന്നെങ്കിൽ പോലും അത് വലിയ അത്ഭുതമൊന്നുമല്ല. അദ്ദേഹം ഒരു മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹം 86 വയസ്സ് വരെ ജീവിച്ചു. അദ്ദേഹം മരിക്കുന്നത് പക്ഷാഘാതം വന്നിട്ടാണ്. അദ്ദേഹത്തിന് പക്ഷാഘാതം വന്നു, അദ്ദേഹം തളർന്നു വീണു, ബോധരഹിതനായി ആശുപത്രി കൊണ്ടുപോയി. 2ാമത്തെ ദിവസം അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം മരിച്ചത് ക്യാൻസർ മൂലമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞത്, സലീം കുമാർ എന്ന് പറയുന്ന വ്യക്തി കരൾ രോഗിയായിട്ട് മാറിയത് നാട്ടുവൈദ്യന്മാരുടെ അടുത്ത് പോയിട്ടല്ല. അദ്ദേഹത്തിൻ്റെ കരൾ ആൾറെഡി നശിച്ചു കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ കരൾ ആൾറെഡി നശിച്ചത് എങ്ങനെയാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം മദ്യമല്ല എങ്കിൽ അദ്ദേഹം കഴിച്ച മരുന്നുകളിലൂടെയാണ് എന്നതിന് ഒരു സംശയവുമില്ല. അതായത് അദ്ദേഹം കരൾ രോഗത്തിന് വേണ്ടിയും അതുപോലെ തന്നെ വേദന കുറയ്ക്കാൻ വേണ്ടിയും ഒക്കെ കഴിച്ചിട്ടുള്ള മരുന്നുകളിലൂടെ തന്നെ ആവണം അദ്ദേഹത്തിൻ്റെ കരളിന് പ്രശ്നമുണ്ടായത്. നിങ്ങളിൽ പലർക്കും അറിയാം, നമ്മൾ കഴിക്കുന്ന പാരസെറ്റമോൾ ഉൾപ്പെടെയുള്ള വേദനാസംഹാരികൾ കരളിന് ഹാനികരമാണ്. ഏത് ഡോക്ടറോട് വേണമെങ്കിലും ചോദിച്ചു, നിങ്ങൾ ഗൂഗിളിൽ നോക്കൂ. പാരസെറ്റമോളിന് ഒരു ഫാക്ട് ഷീറ്റുണ്ട്. നമ്മുടെ നാട്ടിലെങ്ങും ആരും അത് കണ്ടിട്ടേ ഇല്ല. പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ ഷീറ്റ്, അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഇത് കഴിച്ചാലുണ്ടാകുന്ന ദോഷഫലങ്ങൾ എന്ന് പറഞ്ഞാൽ കരളിനെ നശിപ്പിക്കുന്ന നിരവധി ഇംഗ്ലീഷ് മരുന്നുകളുണ്ട്. അപ്പോൾ സലീം കുമാർ ഏതൊക്കെ മരുന്നുകളാണ് കഴിച്ചത്? ആ മരുന്നുകളുടെ കൂട്ടത്തിൽ അദ്ദേഹം മദ്യവും കഴിച്ചിട്ടുണ്ടോ? അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കരൾ നശിക്കാൻ ഒരുപാട് റീസൺസും കണ്ടെത്താൻ പറ്റും. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട റോള് മരുന്നുകൾക്കുണ്ട് എന്ന കാര്യം സംശയമില്ല. അദ്ദേഹം കരൾ രോഗത്തിന് തീർച്ചയായിട്ടും ഒരു നാട്ടുവൈദ്യനെയും കാണാൻ പോയിട്ടില്ല. അദ്ദേഹം കാണാൻ പോയത് അലോപ്പതി ഡോക്ടർമാരെയാണ്, ആശുപത്രിയിലാണ്. അവിടെ നിന്നുമാണ് അദ്ദേഹത്തിനോട് പറയുന്നത് ഇനി ട്രാൻസ്പ്ലാന്റ് മാത്രമേ വഴിയുള്ളൂ. ആ ഘട്ടത്തിലാണ് അദ്ദേഹം നാട്ടുവൈദ്യന്മാരെയും സ്വാമി നിർമ്മലാനന്ദഗിരിയും ഒക്കെ കാണാൻ പോയത്. ഇനി സലീം കുമാർ എന്തിനാണിത് പറഞ്ഞത്? ഒറ്റ ലക്ഷ്യം മാത്രം. മോഹനൻ വൈദ്യർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രശസ്തനായ ഒരു നാട്ടുവൈദ്യനായിരുന്നു. സ്വാമി നിർമ്മലാനന്ദഗിരി ആയുർവേദത്തിൻ്റെ വളരെ മികച്ച ഒരു ചികിത്സകനായിരുന്നു, വളരെ വലിയ പണ്ഡിതനായിരുന്നു. ഈ 2 പേരും വ്യാജ വൈദ്യന്മാരാണ് എന്ന് വരുത്തി തീർത്താൽ ഇവരുടെ അടുത്തേക്ക് മാത്രമല്ല, ആയുർവേദത്തിലും നാട്ടുവൈദ്യത്തിലും ചികിത്സിക്കാൻ പോകുന്ന വളരെ വലിയൊരു ഭൂരിപക്ഷം അത് ഉപേക്ഷിച്ചിട്ട് അലോപ്പതിയിലേക്ക് പോകും. ഒരുപക്ഷെ സലീം കുമാറിന് പോലും അവരുടെ ദുരുദ്ദേശം അറിയില്ലായിരുന്നിരിക്കാം. അദ്ദേഹം ഒരു കോമഡി പോലെ പറഞ്ഞു പോയതായിരിക്കാം. അദ്ദേഹത്തെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷേ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തിയതാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് കേട്ട് കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ കരൾ രോഗം വരുന്നതിന് മുമ്പുള്ള മെഡിക്കൽ ഹിസ്റ്ററി ഇവിടെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കും അദ്ദേഹത്തിൻ്റെ കരൾ നശിപ്പിച്ചത് ആരാണോ അവർ തന്നെയാണ് ഒടുവിൽ അദ്ദേഹത്തിൻ്റെ കരൾ മാറ്റിവെച്ച് കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ കരൾ രോഗവുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വാമിക്കോ മോഹനൻ വൈദ്യർക്കോ യാതൊരു റോളുമില്ല. നശിച്ചുപോയ ഒരു കരളിനെ രക്ഷപ്പെടുത്താൻ അവർ ശ്രമിച്ചു. എന്നാൽ ഇദ്ദേഹം പ്രോപ്പറായിട്ട് അവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്തില്ല. കോപ്പറേറ്റ് ചെയ്യാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കരളിലോട്ട് ശരിയായതുമില്ല. ഇതാണ് അതിൻ്റെ സത്യം.